നമസ്കാരം. നമ്മൾ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്കറിയാം, ഒരൊറ്റ ഘട്ടത്തിലായിട്ട് പ്രിലിംസോ ഒന്നും ഇല്ലാതെ ഒറ്റ ഘട്ടത്തിലായിട്ട് പരീക്ഷ നടക്കുന്ന ഒരു എക്സാമാണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ എക്സാം. അപ്പോൾ നമ്മുടെ LDC പരീക്ഷയിലൊക്കെ പ്രതീക്ഷിച്ച് ലിസ്റ്റിൽ ഉൾപ്പെടാതെ പോയ ആളുകൾ, അതേപോലെ സെക്രട്ടേറിയറ്റ് പോയ പരീക്ഷയിൽ പ്രതീക്ഷിച്ച പോലെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാത്ത ആളുകൾ, ഡിഗ്രി പ്രിലിംസിന്റെ ഫസ്റ്റ് ഫേസിലൊക്കെ പ്രതീക്ഷിച്ച് നഷ്ടപ്പെട്ട ആളുകളൊക്കെ ഉണ്ട്. അവർക്കൊക്കെ നിരാശപ്പെടേണ്ട, അവർക്കൊക്കെ ഒരു സുവർണാവസരമാണ് വന്നിട്ടുള്ളത്. അസിസ്റ്റന്റ് സെയിൽസ്മാൻ എക്സാം ഓഗസ്റ്റ് മാസമാണ് നടക്കുമെന്ന് PSC പറഞ്ഞിട്ടുള്ളത്. ഓഗസ്റ്റ് മാസം എന്ന് പറയുമ്പോൾ ഓഗസ്റ്റ് മാസം കലണ്ടർ വന്ന സമയത്ത് സിലബസിൽ കലണ്ടറിൽ പറഞ്ഞിട്ടുള്ളത് ഓഗസ്റ്റ് മാസം ഡേറ്റ് പറഞ്ഞിട്ടില്ല. കൺഫർമേഷന്റെ ഡേറ്റ് കഴിഞ്ഞാൽ ഇതിന് ഡേറ്റ് തീരുമാനിക്കുമെന്നാണ് പറഞ്ഞത്. 11/6 വരെയാണ് കൺഫർമേഷന് സമയമുള്ളത്. അതിനുശേഷമാണ് ഡേറ്റ് തീരുമാനിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ആ ഒരു ടൈം ടേബിൾ കണ്ടാൽ അറിയാം ഈ ഒരു എക്സാമിന് വേണ്ടി ഏതൊക്കെ ഡേറ്റ് ആണ് മാറ്റി വെച്ചത് എന്ന് ആ ടൈം ടേബിൾ അറിയാം. കാരണം ഓഗസ്റ്റ് മാസത്തെ കലണ്ടർ നമ്മൾ നോക്കുമ്പോൾ അതിൽ 1-ാം തീയതി മുതൽ കണ്ടിന്യൂസ് ആയിട്ട് PSC എക്സാം ഉണ്ട്, ഓരോ ദിവസവും എക്സാം ഉണ്ട്. അതിൽ 2-ാം തീയതി എക്സാം ഇല്ല. 2-ാം തീയതി ശനിയാഴ്ചയാണ്, 2-ാം തീയതി എക്സാം ഇല്ല. 9-ാം തീയതി ശനിയാഴ്ചയാണ്, അന്നും എക്സാം ഇല്ല. 16-ാം തീയതി ശനിയാഴ്ചയാണ്, അന്നും എക്സാം ഇല്ല. പിന്നെ 23-ാം തീയതി 30-ാം തീയതി ശനിയാഴ്ചകളിലൊക്കെ എക്സാമുകൾ ഉണ്ട്. അപ്പോൾ PSC ഈ ഒരു അസിസ്റ്റന്റ് സെയിൽസ്മാൻ എക്സാമിന് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള തീയതി ഒരു 2-ാം തീയതി, 9-ാം തീയതി, 16-ാം തീയതി, ഈ 3 ദിവസമാണ് എന്നാണ് നമുക്ക് ഈ കലണ്ടർ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഈ 3 ദിവസങ്ങളിലായിട്ട് എല്ലാ ജില്ലകളുടെയും പരീക്ഷകൾ നടക്കും. അപ്പോൾ കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഓരോ ജില്ലയിൽ നിന്നും എത്ര കൺഫർമേഷൻ കിട്ടി അതിനനുസരിച്ച് ഒന്നിൽ കൂടുതൽ ജില്ലകളുടെ എക്സാം ഒരു ദിവസം നടത്താൻ വേണ്ടിയാണ് കൺഫർമേഷന് വേണ്ടി ഡേറ്റ് ഫിക്സ് ചെയ്യാൻ വെയിറ്റ് ചെയ്യുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു 3 ദിവസമായിട്ട് നടക്കുന്നു പറയുമ്പോൾ ഒരു ദിവസം പിന്നെ ഏകദേശം ഒരു 4-5 ഒക്കെ ജില്ലയുടെ പരീക്ഷകൾ ഉണ്ടാകും ഒറ്റ എക്സാമിന്റെ കൂടെ തന്നെ. അതിന് മാത്രമുള്ള അപേക്ഷകളെ വന്നിട്ടുള്ളൂ. എല്ലാ ജില്ലയിലും 50,000-ന് താഴെ അപേക്ഷകൾ മാത്രമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇനി കൺഫർമേഷൻ കൂടി വരുമ്പോൾ ആ എണ്ണം ഇനിയും കുറയും. അപ്പൊ അതിൽ നിന്നൊരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാം, കോമ്പറ്റീഷൻ വളരെ കുറവുള്ള ഒരു എക്സാമാണ് ഇത്. ജില്ലാതലത്തിൽ വളരെ കുറഞ്ഞ കോമ്പറ്റീഷൻ ഉള്ള ഒരു എക്സാമാണ്. നമുക്കറിയാം, ഇപ്പൊ നിലവിൽ സർവീസിലുള്ള ഇപ്പോൾ OA പോസ്റ്റിലടക്കമുള്ള ആളുകൾ ഈ ഒരു അസിസ്റ്റന്റ് സെയിൽസ്മാനിലേക്ക് വരാനുള്ള സാധ്യത കുറവാണ്. ഒന്നാമതായിട്ട് ഇത് കമ്പനി ബോർഡ് തസ്തികയായതുകൊണ്ട് തന്നെ PSCയുടെ ഈ ഒരു പിന്നെ സർവീസ് പരിഗണിക്കുന്നതുമായിട്ട് സീനിയോറിറ്റി പരിഗണിക്കുന്നതുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ സർവീസിലുള്ള ആളുകളൊന്നും അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടി കോമ്പറ്റീഷൻ കുറയും. കാരണം നിലവിൽ സർവീസിലുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം പിന്നെ കഴിവുള്ള ടാലന്റഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും. അവർ പെട്ടെന്ന് ലിസ്റ്റിൽ വരാൻ സാധ്യത ഉണ്ട് അല്ലെ. അതുകൊണ്ട് തന്നെ അത്തരം ആളുകളൊന്നും ഇതിൽ ലിസ്റ്റിൽ എക്സാം എഴുതാൻ സാധ്യതയില്ല. OA പോസ്റ്റിലെങ്കിലും വർക്ക് ചെയ്യുന്ന ആളുകൾ ഇതിലേക്ക് വരാൻ സാധ്യതയില്ല. അങ്ങനെ നോക്കുമ്പോൾ കുറച്ചുകൂടി സാധ്യതയുള്ള LDC ഒക്കെ കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റാതെ പോയ ആളുകൾക്ക് കുറച്ചുകൂടി നേടിയെടുക്കാൻ പറ്റുന്ന നല്ല ഒരു പോസ്റ്റാണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്നത്. അതിന് 1.5 മണിക്കൂറാണ് എക്സാമിന് ടൈം ഇതിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതിന് ഡേറ്റിന്റെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അതിന്റെ സിലബസ് കൊടുത്തിട്ടുണ്ട്. സിലബസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. 11/6 വരെയാണ് അതിന്റെ കൺഫർമേഷൻ കൊടുക്കേണ്ട തീയതി. കൺഫർമേഷൻ കൊടുക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കൺഫർമേഷൻ കൊടുക്കുക. അവസാന ദിവസമൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ സൈറ്റ് ഹാങ് ആവാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ഡേറ്റിലേക്ക് കാത്തിരിക്കാതെ പെട്ടെന്ന് കൺഫർമേഷൻ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ മീഡിയം നമുക്കറിയാം മലയാളത്തിൽ തന്നെയാണ്. ഇംഗ്ലീഷ് ഒഴികെയുള്ള ബാക്കി എല്ലാ ഭാഗവും സിലബസ് ഭാഗവും മലയാളത്തിൽ തന്നെയാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക 10th ലെവൽ എക്സാം ആയതുകൊണ്ട് തന്നെ. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസ് എക്സാമിന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായി ടാൻഡം PSC ഒരുക്കുന്ന മെയിൻസ് പ്ലസ് ഇൻ്റർവ്യൂ ബാച്ച് ജൂൺ 16-ന് ആരംഭിക്കുകയാണ്. താല്പര്യമുള്ള ആളുകൾ ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക. സ്പെഷ്യൽ ടോപ്പിക് അടക്കമുള്ള വിഷയങ്ങൾ പ്രഗത്ഭരായ അധ്യാപകരാണ് കൈകാര്യം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതിൽ കൊടുത്തിരിക്കുന്ന 7034327690 9544166690 എന്നീ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്താൽ ഡീറ്റെയിൽസ് ലഭിക്കും. വെറും 1499 രൂപ മാത്രമാണ് ഇതിന് ഫീസ് ഈടാക്കുന്നത്. അതോടൊപ്പം ഈ കോഴ്സിൽ ജോയിൻ ചെയ്ത ആളുകൾക്ക് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ അടക്കമുള്ള ഈ ഒരു പീരീഡിൽ വരുന്ന എക്സാമുകളുടെ ജനറൽ PSC എക്സാമുകളുടെ റെക്കോർഡഡ് ക്ലാസ്സുകളും ഫ്രീ ആയിട്ട് ലഭിക്കും. അപ്പോൾ അവസരം പരമാവധി ഉപയോഗപ്പെടുത്തുക. തീർച്ചയായിട്ടും LSGS സെക്രട്ടറി എക്സാമിനടക്കം സ്പെഷ്യൽ ടോപ്പിക്കുകൾ കൃത്യമായിട്ട് വിദ്യാർത്ഥികൾക്ക് എത്തിച്ചു കൊടുക്കാൻ ടാൻഡം PSCക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു എക്സാമിനും ഡൊമൈനിൽ പരിചയമുള്ള ആളുകൾ തന്നെയാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ സൗകര്യം പരമാവധി ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക.
ഇനി ഇതിന്റെ സിലബസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മളിപ്പോൾ ഇതുവരെ പഠിച്ചിട്ടുള്ള അതേ സിലബസിന്റെ കോപ്പി, അതായത് LDC മെയിൻസിന്റെ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് OA മെയിൻസിന്റെ നമ്മളിപ്പോൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ലാബ് അസിസ്റ്റന്റ് മെയിൻസിന്റെ ഒക്കെ സെയിം സിലബസ്, ഒരു മാറ്റവും ഇല്ലാതെ അതിന്റെ അതേ ഒരു കോപ്പിയാണ് ഇവിടേക്കും വന്നത്. ഡിഗ്രി പ്രിലിംസിന്റെ സിലബസ് ആണെങ്കിൽ ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ, മാറ്റങ്ങൾ എന്ന് പറയാൻ മാത്രമില്ല. ഏകദേശം ഈ പരീക്ഷയ്ക്കൊക്കെ തയ്യാറെടുത്തിട്ടുള്ള ആളുകൾക്ക് ജസ്റ്റ് ഒരു റിവിഷൻ മെത്തേഡിലൂടെ മാത്രം നിങ്ങൾക്ക് അസിസ്റ്റന്റ് സെയിൽസ്മാൻസ് പരീക്ഷ നേടിയെടുക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമുക്ക് LDC ഒക്കെ കയ്യിൽ നിന്നും പോയ ആളുകൾ തീർച്ചയായിട്ടും ഇതിനു വേണ്ടി തയ്യാറെടുക്കുക. പെട്ടെന്ന് നേടിയെടുക്കാൻ വേണ്ടി പറ്റും. ഹിസ്റ്ററി ഉണ്ട് 5 മാർക്കിന്, ജോഗ്രഫി 5 മാർക്കുണ്ട്, എക്കണോമിക്സ് 5 മാർക്കുണ്ട്, ഭരണഘടന 5 മാർക്കുണ്ട്, കേരള ഭരണ സംവിധാനവും എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് 5 മാർക്കുണ്ട്, പിന്നെ ലൈഫ് സയൻസ് 6 മാർക്കുണ്ട്, ഫിസിക്സ് 3, കെമിസ്ട്രി 3, പിന്നെ ആർട്സ് ആൻഡ് ലിറ്ററേച്ചർ 5 മാർക്കുണ്ട്, കമ്പ്യൂട്ടർ ബേസിക്സ് 3 മാർക്കുണ്ട്, സുപ്രധാന നിയമങ്ങൾ 5 മാർക്കുണ്ട്, കറണ്ട് അഫയേഴ്സ് 20 മാർക്ക്, പിന്നെ മാത്സ് ആൻഡ് മെന്റബിലിറ്റി 10 മാർക്കാണുള്ളത്, ജനറൽ ഇംഗ്ലീഷ് 10 മാർക്കാണ്, അതേപോലെ റീജിയണൽ ലാംഗ്വേജസ് മലയാളം ആയിരിക്കും കൂടുതൽ ആളുകൾക്ക്, അല്ലെങ്കിൽ കന്നഡ, തമിഴ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് 10 മാർക്കുണ്ട്. ആ രീതിയിലാണ് ഇതിന്റെ ഒരു സിലബസ് വരുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ള സിലബസ് തന്നെയാണ് LDC പരീക്ഷയ്ക്ക് തയ്യാറെടുത്തവരാണെങ്കിലും സെക്രട്ടേറിയറ്റ് OA പരീക്ഷയ്ക്ക് തയ്യാറെടുത്ത ആളുകളാണെങ്കിലും ഇനി ലാബ് അസിസ്റ്റന്റിനോ അല്ലെങ്കിൽ ഡിഗ്രി പ്രിലിംസിനോ ഒക്കെ തയ്യാറെടുക്കുന്ന ആളുകളാണെങ്കിലും ഒക്കെ അതിനൊക്കെ പഠിച്ചിട്ടുള്ള സിലബസ് തന്നെയാണ്. ഇതിന് പ്രത്യേക ഒരു സിലബസ് ഇല്ല, ഓഗസ്റ്റ് വരെ സമയവുമുണ്ട്. അപ്പൊ ഇതിന് ടാർഗറ്റ് ചെയ്തുകൊണ്ട് എക്സാം എഴുതുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും നേടിയെടുക്കാൻ വളരെ എളുപ്പമുള്ള ഒരു പരീക്ഷയാണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷ. ഒറ്റഘട്ടം പരീക്ഷയേ ഉള്ളൂ. ഒറ്റഘട്ടം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് ഇപ്പൊ മെയിൻസ് ഇല്ല, വേറെ ഇല്ല, പ്രിലിംസും മെയിൻസും വേറെ ആയിട്ടില്ല, ഒറ്റ പരീക്ഷ ഇതിനുള്ളൂ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നേടിയെടുക്കാൻ വേണ്ടി പറ്റും. മാത്രമല്ല ഇതിന്റെ നിയമന നില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം ഓരോ ജില്ലാ അടിസ്ഥാനത്തിൽ ഏകദേശം ഒരു 100 മുതൽ 300 വരെ നിയമനമാണ് മിക്ക ജില്ലകളിലും നടന്നിട്ടുള്ളത്. കുറഞ്ഞ ജില്ലകളിൽ ഒരു 4-5 ജില്ലകളിൽ 100-നും താഴേക്ക് നിയമനം പോയിട്ടുണ്ട്. ബാക്കിയുള്ളിടത്തൊക്കെ നിയമനം ഏകദേശം ഒരു 100 മുതൽ 300 വരെ, തിരുവനന്തപുരം ജില്ലയിലൊക്കെ 300-ന് മേലെ നിയമനം നടന്നിട്ടുണ്ട്. ഏകദേശം എല്ലാ ജില്ലകളിലും 100-ന് മുകളിൽ, എല്ലാം കൂടി നോക്കുമ്പോൾ ഒരു 2000-ന് നിയമനം മൊത്തം സംസ്ഥാനത്ത് മൊത്തമായിട്ട് എല്ലാ ജില്ലകളിലും കൂടി നടന്നിട്ടുള്ള ഒരു പോസ്റ്റാണ് കഴിഞ്ഞ വർഷം. പിന്നെ കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് ഒക്കെ നോക്കുകയാണെങ്കിൽ ആ രീതിയിലൊന്നും നിങ്ങൾ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമുക്കറിയാം കട്ട് ഓഫ് തീരുമാനിക്കുന്നത് പരീക്ഷയുടെ പോസ്റ്റ് നോക്കിയിട്ടല്ല, അല്ലെ, എക്സാമിനേഷന്റെ കാർഡിനെ നോക്കിയിട്ടാണ് കട്ട് ഓഫ് തീരുമാനിക്കുക. അപ്പോൾ പലരും കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് ഇത്രയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പഠിക്കാറുണ്ട്. ആ രീതിയിൽ പഠിച്ച് നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ പരീക്ഷ നല്ല ടഫായിരിക്കും. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വർഷം 60 കട്ട് ഓഫ് വന്നിരുന്നു, അപ്പോൾ ഇത് ഇപ്രാവശ്യം 60 വരും എന്ന് വിചാരിച്ചിട്ട് 60-ന് വേണ്ടി എഴുതും. അല്ലെങ്കിൽ ഇപ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പർ സിമ്പിൾ ആണെങ്കിൽ ചിലപ്പോൾ 70-80 കട്ട് ഓഫ് വന്നേക്കാം. അവിടെ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം 60 വന്നിട്ടുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അത്ര അധികം എഴുതാതെ നിൽക്കുന്ന സാഹചര്യം ഒന്നും ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കട്ട് ഓഫിന്റെ കാര്യം നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ട. കഴിഞ്ഞ വർഷം 60 to 66 കഴിഞ്ഞ തവണ ഇതിന് കട്ട് ഓഫ് വന്നിട്ടുള്ളത്. അപ്പൊ അത് അത്ര ഇമ്പോർട്ടന്റ് അല്ല. കാരണം ഏത് പരീക്ഷയാണ് എന്ന് നോക്കിയിട്ടല്ല, ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സ്റ്റാൻഡേർഡ് നോക്കിയിട്ടാണ്, നിലവാരം നോക്കിയിട്ടാണ് ഇതിന്റെ കട്ട് ഓഫ് ഒക്കെ വരും. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. ഏതായിരുന്നാലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു LDCയുടെ അതേ ലെവലിലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് വരുന്നതെങ്കിൽ ഒരു LDCയുടെ കട്ട് ഓഫിനേക്കാൾ ഒരു 5 മാർക്കൊക്കെ താഴെ ആയിരിക്കും ഇതിന്റെ കട്ട് ഓഫ് വരും. അത്രയും കോമ്പറ്റീഷൻ കുറവാണ് ഇതിന്. അതുകൊണ്ട് തന്നെ LDCയുടെ അതേ നിലവാരമാണ് ക്വസ്റ്റ്യൻ പേപ്പറെങ്കിൽ, LDC എഴുതിയ ആളുകളാണെങ്കിൽ അതിന്റെ നിലവാരം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അതിനേക്കാളും ഒരു 5 മാർക്കൊക്കെ താഴെ ആയിരിക്കും ഇതിന് കട്ട് ഓഫ് വരും. അതിനൊരു 70 മാർക്ക് കട്ട് ഓഫ് വന്നിട്ടുണ്ടെങ്കിൽ LDCക്ക് ഇതിനൊരു 65 മാർക്കിലേക്കൊക്കെ പോരാനുള്ള സാധ്യതയുണ്ട്. സാധ്യതയാണ് ഞാൻ പറയുന്നത്. ഒരു പക്ഷേ അതിന് മാറ്റം വന്നേക്കാം. ഏതായിരുന്നാലും അപ്പൊ നമ്മൾ കൃത്യമായിട്ട് ഈ ഒരു 3 മാസം സമയമുണ്ട്. ഈ 3 മാസം നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഓഗസ്റ്റ് 2 മുതൽ പരീക്ഷ നമുക്ക് പ്രതീക്ഷിക്കാം. 3 മാസമില്ല, ജൂൺ, ജൂലൈ, ഓഗസ്റ്റിൽ ഏകദേശം വല്ലാതെ കിട്ടാൻ സാധ്യതയില്ല. 2 മാസം ഏതായിരുന്നാലും നിങ്ങൾക്ക് എക്സാമിന് കിട്ടും. അപ്പോൾ കൃത്യമായിട്ട് തയ്യാറെടുക്കും. പിന്നെ ഇതിന്റെ ജോലിയുടെ സ്വഭാവം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്നാണ് പേരെങ്കിലും ഒരു ഷോപ്പ് മാനേജറുടെ ഒരു തസ്തികയാണ് സത്യത്തിൽ ഇത്. കാരണം നമുക്കറിയാം, നമ്മളൊരു മാവേലി സ്റ്റോറിൽ പോവുകയാണെങ്കിൽ അവിടെ നമുക്ക് തൂക്കി തരുന്ന ആളുകൾ ഉണ്ടാകും, അല്ലെ? അവിടെ നിങ്ങൾ മാവേലി സ്റ്റോറിൽ പോയിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടാവും, തൂക്കി തരുന്ന ആളുകളല്ല ഈ പോസ്റ്റ്. അവിടെ ഇരുന്ന് ബില്ലടിക്കുന്ന ആളുകളായിരിക്കും മിക്കവാറും ഈ പോസ്റ്റിൽ വരും. അതല്ലെങ്കിൽ ആ ഒരു മാവേലി സ്റ്റോറിലാണ് അയാൾ നിയമിക്കുന്നതെങ്കിൽ ആ മാവേലി സ്റ്റോറിന്റെ സ്റ്റോക്ക് കാര്യങ്ങളും ഒക്കെ കൈകാര്യം ചെയ്യുന്നത് ഈ പോസ്റ്റിലുള്ള ആളായിരുന്നു.
അവർക്കാണ് അതിന് ചാർജ് ഉണ്ടാവുക. സാധനം വരുന്ന സമയത്ത് അതിന്റെ കൃത്യത വരുത്തേണ്ടതും ബില്ലൊക്കെ നോക്കേണ്ടതും ആ രീതിയിലൊക്കെ എത്ര അതിനനുസരിച്ചുള്ള എത്ര സാധനം വന്നു അതിനനുസരിച്ച് തുക അടക്കേണ്ടതും ഇതൊക്കെ അസിസ്റ്റന്റ് സെയിൽസ്മാനാണ്. പിന്നെ ഇതിന്റെ ശമ്പളം എന്ന് പറയുന്നത് LDC അപേക്ഷിച്ച് കുറച്ച് കുറവാണ്. പക്ഷെ നമുക്കറിയാം ഇവിടെ ഇൻസെന്റീവ് ഉള്ള ഒരു പോസ്റ്റാണിത്. കാരണം നമ്മുടെ ഈ നോൺ സബ്സിഡി ഐറ്റംസ് ഒക്കെ കൂടുതൽ വിറ്റയക്കാൻ പറ്റുകയാണെങ്കിൽ ഇൻസെന്റീവ് ഒക്കെ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു പോസ്റ്റ് കൂടിയാണിത്. ആ കാര്യം കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഒരു LDC ലഭിക്കാതെ പോയ ആളുകൾക്കൊക്കെ ഒരു സുവർണാവസരമാണിത്. മാക്സിമം പ്രയോജനപ്പെടുത്തുക, കൃത്യമായിട്ട് പഠിക്കുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതോടൊപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഇതൊന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ പ്രോത്സാഹനമാണ് ഇത്തരം വീഡിയോസ് വീണ്ടും വീണ്ടും ചെയ്യാൻ ഞങ്ങൾക്കുള്ള പ്രചോദനം. അപ്പോൾ നിങ്ങൾക്ക് നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നല്ല ഒരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ.